ഹായ്, ആസിഡുകളും ആൽക്കലികളും കൂടി ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? ഇത് കണ്ടെത്താനുള്ള പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഇത് നേർപ്പിച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയാണ് അഥവാ ഒരു ആൽക്കലിയാണ്. ഇത് വിനാഗിരി അഥവാ അസറ്റിക് ആസിഡ് എന്ന ആസിഡാണ്. ഇവിടെ സൂചകമായി ഫിനോൾഫ്തലിൻ ഉപയോഗിക്കുന്നു. അതുപോലെ നീല ലിറ്റ്മസ്, ചുവപ്പ് ലിറ്റ്മസ്, ഒരു ഡ്രോപ്പർ, ഒരു സ്പൂൺ എന്നിവ കൂടി സാമഗ്രികളായി ഉണ്ട്. നമുക്ക് നിർവീരീകരണം കൃത്യമായി നടന്നു എന്നറിയാൻ വേണ്ടി ഇതിലൊരു സൂചകം ചേർക്കേണ്ടതുണ്ട്. ഫിനോൾഫ്തലിനാണ് സൂചകമായിട്ട് ഉപയോഗിക്കുന്നത്. ഫിനോൾഫ്തലിൻ ആൽക്കലിക്ക് പിങ്ക് നിറം നൽകുന്നു. ഇപ്പോൾ ഇതൊരു ആൽക്കലിയാണ് എന്ന് നമുക്ക് ബോധ്യമായി കാണും. ഇനി നമുക്ക് ഇതിലേക്ക് തുള്ളി തുള്ളിയായി വിനാഗിരി വീഴ്ത്താം. ഓരോ തുള്ളി വീഴുമ്പോഴും ഇളക്കാൻ നാം ശ്രദ്ധിക്കണം. എപ്പോഴാണോ നിറം മാറുന്നത് ആ സമയം ഉറ്റിക്കൽ നിർത്തണം. ഈ പരീക്ഷണം ചെയ്യുന്ന പ്രതലത്തിന്റെ നിറം ഫിനോൾഫ്തലിന്റെ നിറമായതുകൊണ്ട് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതിനാൽ ഇടയിൽ ഒരു വെള്ള പ്രതലം വെച്ചുകൊണ്ടാണ് ഇനി പരീക്ഷണം തുടരുന്നത്. നോക്കൂ, തുള്ളി തുള്ളിയായി ഇറ്റിച്ചത് കൊണ്ട് നമുക്ക് കൃത്യമായ ഒരു തുള്ളിക്ക് അതിന് നിറം മാറ്റാൻ സാധിച്ചു. ഇപ്പോൾ ഇതിന്റെ സ്വഭാവം ആൽക്കലിയുടേതാണോ ആസിഡിൻ്റെതാണോ നമുക്ക് ലിറ്റ്മസ് പേപ്പറുകൾ ഉപയോഗിച്ച് പരീക്ഷിക്കാം. ഇത് നീല ലിറ്റ്മസ് ആണ്. നമുക്കറിയാം ആസിഡ് ആണെങ്കിൽ അത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും. ഇതാ നീല ലിറ്റ്മസ് നീലയായി തന്നെ നിൽക്കുന്നു. അതിനർത്ഥം ഇത് ആസിഡ് അല്ല എന്നാണ്. ഇനി നമുക്ക് ചുവപ്പ് ലിറ്റ്മസ് മുക്കി നോക്കാം. നോക്കൂ, ചുവപ്പ് ലിറ്റ്മസിനും ഇതിൽ നിറമാറ്റം ഉണ്ടാകുന്നില്ല. അതിനർത്ഥം ഇത് നിർവീര്യമായി. ശരിയായ അളവിൽ ആസിഡുകളും ആൽക്കലികളും കൂടി ചേരുമ്പോൾ അവ തമ്മിൽ പ്രവർത്തിച്ച് രണ്ടിൻ്റെയും ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഫലമായി ജലവും ലവണവും ഉണ്ടാകുന്നു. ഇവിടെ ജലമുണ്ടായിട്ടുണ്ട്. പ്രവർത്തിച്ചത് സോഡിയം ഹൈഡ്രോക്സൈഡും അസറ്റിക് ആസിഡും ആയതുകൊണ്ട് സോഡിയം അസറ്റേറ്റ് എന്ന ലവണം ഉണ്ടായിട്ടുണ്ട്. ആ ലവണം ഈ വെള്ളത്തിൽ തന്നെ ലയിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ അഥവാ നിർവീരീകരണം. ഇവിടെ നടന്നത് ഒരു നിർവീരീകരണ പ്രവർത്തനമാണ്. നിർവീരീകരണം പൂർത്തിയായി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആൽക്കലിയിൽ സൂചകം ചേർക്കുന്നത്. ഈ സൂചകം ചേർത്തില്ലെങ്കിൽ നാം ചേർക്കുന്ന ആസിഡിന്റെ അളവ് കൂടിപ്പോവുകയും അവസാനം നിർവീരീകരണം കഴിഞ്ഞ് ഈ ദ്രാവകം ആസിഡായി മാറുകയും ചെയ്യും. അതൊഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഫിനോൾഫ്തലിൻ എന്ന സൂചകം ഉപയോഗിച്ചത്.